നമസ്കാരം, തടേ ന്യൂസിലേക്ക് സ്വാഗതം. എത്ര നാൾ സമ്പാദിച്ചാൽ ഒരു പുതിയ വീട് വയ്ക്കാം, അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ ഒരു പുതിയ വാഹനം വാങ്ങാം? ഇതൊക്കെ അറിയാൻ ഇനി ChatGPTയുടെ പേഴ്സണൽ ഫിനാൻസ് ഫീച്ചർ നിങ്ങളെ സഹായിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, നിക്ഷേപവുമായി ബന്ധപ്പെട്ട മറ്റ് അക്കൗണ്ടുകൾ എന്നിവ ഉപയോക്താക്കൾക്ക് ഇനി നേരിട്ട് ChatGPTയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ഇതോടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച വ്യക്തമായ ചിത്രം നിർമ്മിത ബുദ്ധി നൽകുമെന്നാണ് ChatGPTയുടെ നിർമ്മാതാക്കളായ OpenAI പറയുന്നത്. നിലവിൽ US-ലെ പ്രോ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ ഫീച്ചർ ലഭ്യമാക്കിയിട്ടുള്ളത്. അതായത് പ്രതിമാസം $200 വരിസംഖ്യയായി നൽകുന്നവരാണ് ഈ പറഞ്ഞ പ്രോ ഉപയോക്താക്കൾ. പ്ലസ് ഉപയോക്താക്കൾക്ക് അടുത്ത ഘട്ടത്തിൽ ഈ ഫീച്ചർ ലഭ്യമാകും. പിന്നീട് എല്ലാ ഉപയോക്താക്കൾക്കും ഈ ഫീച്ചർ ലഭ്യമാകുമെന്നാണ് OpenAI പറയുന്നത്. ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുന്നതോടെ നിങ്ങളുടെ പണം എവിടേക്കൊക്കെയാണ് പോകുന്നത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഒരു ഡാഷ്ബോർഡിൽ എന്ന പോലെ ChatGPT കാണിച്ചു തരും. കൂടാതെ ചിലവുകൾ, നിക്ഷേപങ്ങൾ, സബ്സ്ക്രിപ്ഷനുകൾ, വരാനിരിക്കുന്ന പേയ്മെൻറ്റുകൾ എല്ലാം കാണാൻ കഴിയും. വ്യക്തിഗതമായ ചോദ്യങ്ങൾ ഉപയോക്താക്കൾക്ക് നിർമ്മിത ബുദ്ധിയോട് ചോദിക്കാൻ സാധിക്കും. സാധാരണയേക്കാൾ കൂടുതൽ ഞാൻ പണം ചിലവഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ ഒരു വീട് വാങ്ങാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായ ഉത്തരം തന്നെ നിർമ്മിത ബുദ്ധി നൽകും. ബാങ്ക് ബാലൻസ് ഇടപാടുകൾ, നിക്ഷേപങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ എന്നിവ ChatGPTക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പണം കൈമാറാനോ പൂർണ്ണമായ അക്കൗണ്ട് നമ്പർ കാണാനോ കഴിയില്ല. ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചത് പിന്നീട് ഒഴിവാക്കുകയാണെങ്കിൽ സിങ്ക് ചെയ്ത ഡേറ്റ 30 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമാകും. ഈ ഫീച്ചർ ഉപയോക്താക്കളുടെ സ്വകാര്യത എത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല.